Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ടൈമിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു സപ്പോർട്ട് ഫോം ആയി കഴിഞ്ഞാൽ ഇതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് സോണാണ്, ഇവിടെ സപ്പോർട്ട് ഫോം ചെയ്യും ആൻഡ് ബ്യൂട്ടിഫുള്ളി അത് സപ്പോർട്ട് എടുത്തു. ഇതൊരു ബുള്ളിഷ് പിൻ ബാർ പോലത്തെ ക്യാൻഡിൽ ഫോം ചെയ്തു ആൻഡ് നമുക്ക് ഈ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ദി അപ്പ് മൂവ് ഇന്നലെ നമ്മൾ ഡേറ്റയും പ്രൈസ് ആക്ഷനും വെച്ച് എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റിലെ മിനിമം ടാർഗറ്റ് 19,840 അല്ലെങ്കിൽ 800 സോണാണ്. എക്സാക്ട്ലി മാർക്കറ്റ് അവിടം വരെ പോയി ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് പോലെ കാണിച്ചു ആൻഡ് ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ സോൺ ഉണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ലിൻ്റെ അവിടെ എത്തിയിട്ട് സെൽ ഓഫ് സ്റ്റാർട്ട് ആയിരുന്നു. നിഫ്റ്റിയുടെ സ്റ്റാൻഡിൽ ഓപ്പൺ ചെയ്തത് തന്നെ അറൌണ്ട് 60 ആണ് ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 15 മിനിറ്റ്സ് അതൊരു 50 റേഞ്ചിലേക്ക് തിരിച്ചു വന്നു. സോ നമ്മൾ ഇന്നലെ ഒരു കാര്യം എടുത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ഒരിക്കലും കോൾസ് സെല്ല് ചെയ്യരുത്. മാർക്കറ്റിൽ നല്ലൊരു റേഞ്ചിനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്നും അപ്പോൾ കോൾ സെല്ലിംഗ് ഡേഞ്ചറസ് ആയിരിക്കും എന്നും പറഞ്ഞു. സോ ഹോപ്പ്ഫുള്ളി അത് വീഡിയോ കണ്ടവർക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഈ ഒരു ബുള്ളിഷ് ടാർഗറ്റ്, അതായത് അറൗണ്ട് ഒരു 800 to 830 റേഞ്ചിൽ മാർക്കറ്റ് എത്തി. ദെൻ ഇതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആണ്, ഇവിടുന്ന് ഷൂട്ടിംഗ് സ്റ്റാർ അടിക്കുന്ന കാണാം. അതിനുശേഷം ഒരു ബേരിഷ് ഫോളോഡ് ബൈ ബേരിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ. അതിനുശേഷം മാർക്കറ്റ് ഒരു ലാസ്റ്റ് അവറിൽ ഒരു സ്റ്റീപ്പ് സെൽ ഓഫ്. സോ ഇത് രണ്ട് രീതിയിലാവും. ഒന്നെങ്കിൽ ഇതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിട്ട് മാർക്കറ്റിനകത്ത് ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിനകത്ത് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രീതിയിലുള്ള ഒരു ബേർഷ്നെസ് അതിനകത്ത് കാണാനില്ല. സോ ദാറ്റ്സ് നിഫ്റ്റീസ് അനാലിസിസ്. നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് മേ ബി ഇന്നത്തെ ഒരു ദിവസം കൂടി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇവൻച്വലി ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയാണ് നമ്മളിന്ന് കാണുന്നത്. സോ നമുക്കിന്ന് സെൻസെക്സ് എക്സ്പയർ ചെയ്തുകൊണ്ട് സെൻസെക്സ് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതാണ് സെൻസെക്സിൻ്റെ ഒരു ഡെയിലി ചാർട്ട് ഫോർമേഷൻ. ഇതിനകത്ത് ക്ലീൻ ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. യെസ്, ഹയർ ലെവലിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു മേജർ സപ്ലൈ സോണാണ്, അറൗണ്ട് 340 to 513 സോൺ. സോ അതൊരു ലാർജ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ആണ്. സോ ഇന്നത്തെ ദിവസം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുത്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. സോ ഇമാജിൻ ഇതൊരു പ്രൈമറി ട്രെൻഡാണ്. ഈ ഒരു ട്രെൻഡിൻ്റെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. സോ ഇൻ കേസ് ഈ ഒരു സ്വിങ് ബ്രീച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡേയിലോ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു 65,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പർ പ്ലസ് ഒരു ഗ്യാപ്പ് ഫിൽ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമാജിൻ ഇതൊരു സപ്പോർട്ടായിട്ട് ഫോം ചെയ്ത് മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച്, അതായത് ഫസ്റ്റ് ടൈം റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു സോൺ പിന്നെ റീടെസ്റ്റ് ചെയ്യാനും അതിനുശേഷം മാർക്കറ്റ് ഡിസൈഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇൻ കേസ് ഈ സ്വിങ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ റേഞ്ച് അറൗണ്ട് 300-400 പോയിന്റ്സ് ആണ്. ഇല്ല, അത് ഈ ഒരു സ്വിങ് ഒന്നും ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനകത്തൊരു വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു റേഞ്ചാണ് വരുന്നത്, അറൗണ്ട് 800 പോയിന്റ്സ് ആണ്. സോ ഇന്നും സെൻസെക്സിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റേഞ്ച് ടു ബി ഫോംഡ് ആൻഡ് ദെൻ നമുക്ക് സെല്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനുശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസിയർ. സോ ഇൻ കേസ് ഈ ഒരു ട്രെൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മാർക്കറ്റ് മേ ബി തിരിച്ചൊന്ന് ക്ലൈം ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ഈ ഒരു റേഞ്ചിലേക്ക്. സോ ഐഡിയലി ഈ ഒരു സോണിൻ്റെ താഴെ SL കീപ്പ് ചെയ്തിട്ട് മേ ബി ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓർ മേ ബി ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ നിൽക്കുന്നെങ്കിൽ ഈ എന്താണ് നമുക്കൊന്നെങ്കിൽ ഒരു 66,000 സ്ട്രാഡിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി മണി 65,600 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ 66,500 കോൾ ഓപ്ഷൻസും സെല്ല് ചെയ്ത് എന്നൊരു സൈഡ് വേസ് ഡേ എക്സ്പെക്ട് ചെയ്യാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫസ്റ്റ് അവർ ആക്ടിവിറ്റി. ഇനി നമുക്ക് ഫൈനലി ഡേറ്റ അനലൈസ് ചെയ്യാം. മാർക്കറ്റിൽ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഡേറ്റ ഓൾറെഡി ഞാൻ നമ്മൾ ട്രേഡ് ചെയ്ത സമയത്ത് ഒരു ബുള്ളിഷ്നെസ് ഫോം ആവുന്നുണ്ടായിരുന്നു. ഇത് വളരെ നെഗ്ലിജിബിൾ ആണ് ഇൻട്രാഡേ ആക്ടിവിറ്റി. ബട്ട് സ്റ്റോക്സിൽ കുറേ നാൾ ശേഷം നമുക്ക് കാണാം
ഈ രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് രണ്ട് ദിവസം പോസിറ്റീവ് ഫിഗേഴ്സ് വന്നിട്ടില്ല. മാത്രമല്ല എറൗണ്ട് 1000 crores ബൈയിങ് ഉണ്ട്. അതിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ലോങ് പോകുന്നുണ്ട്. അവർ ഫ്യൂച്ചേഴ്സിൻ്റെ OI നോക്കാറുണ്ട്. ട്രെൻഡ് ഒരു ഡിക്രീസിങ് ട്രെൻഡാണ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ഷോർട്ട് കവറിങ് അഥവാ ഒരു ലെവൽ ഓഫ് ബുള്ളിഷ്നെസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അൺലെസ് ഈ പറഞ്ഞ നിഫ്റ്റിയിൽ നമ്മുടെ ഈ ഒരു ലെവൽ, അതായത് നമ്മളിവിടെ ബ്രേക്ക് ഔട്ടായി പോയ ലെവൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ 500 താഴെ മാർക്കറ്റ് വരാതെ ഐദർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സൈഡ് വേസ് മാർക്കറ്റ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ്നെസ് എന്താണ് കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പോയിന്റ് ഈ ഒരു ഫോർമേഷൻ കണ്ടിട്ട് മേ ബി മാർക്കറ്റിന് ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു, അതായത് 900 സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ദാറ്റ് ഓൾ ടൈം ഹൈ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഹൈ. മേ ബി ഒരു വൺ ലാസ്റ്റ് ഹൈ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ലാർജ് ടൈം ഫ്രെയിം പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ.